ചില ആളുകൾ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളെടുക്കും, പക്ഷേ അവരുടെ ബുദ്ധി പലപ്പോഴും മണ്ടത്തരമായിരിക്കുക. എന്നാൽ ഗോഡ്ലി വിസ്ഡം, ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനം, അത് വളരെ പ്രായോഗികമാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് പിന്നെ ഒന്നുമില്ല. ഇന്ന് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾ കണ്ടേക്കാം, വിഷയങ്ങൾ കണ്ടേക്കാം, വ്യക്തികൾ കണ്ടേക്കാം, ഇങ്ങനെ പലതുമൊക്കെ കണ്ടേക്കാം. പക്ഷെ ദൈവം നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികൂലമായിട്ട് നിന്നാലും കാര്യങ്ങളൊക്കെ ദൈവ പദ്ധതി പ്രകാരം തന്നെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുകൂലത ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ കർത്താവിന് നന്ദി പറയാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ദൈവം നൽകിയ മാർഗ്ഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണം ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ ആഴ്ചകളിലെ മീറ്റിങ്ങുകൾ പറയുകയാണ്. 19-ാം തീയതിയും 26-ാം തീയതിയും ദ ഗ്യാദറിംഗ് എന്ന പേരിലുള്ള മീറ്റിംഗ് നമുക്ക് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും വെച്ച് നടക്കുകയാണ്. ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. അപ്പോൾ തന്നെ ദുബായിൽ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് 26-ാം തീയതി വൈകിട്ട് നമുക്ക് മിറക്കിൾ നൈറ്റ് എന്ന പേരിൽ നടക്കുകയാണ്. ഞങ്ങൾ അവിടേക്ക് വരികയാണ്. ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. അതോടൊപ്പം തന്നെ ഖത്തറിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ് നമുക്ക് എൻകൗണ്ടർ ഫെസ്റ്റിവൽ എന്ന മീറ്റിംഗിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 19 ഫ്രൈഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിൽ നോക്കി കണ്ടുപിടിക്കുക. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിസ്ഡം ഫോർ സ്റ്റെബിലിറ്റി, സ്ഥിരതയ്ക്കുള്ള ജ്ഞാനം. ഇപ്പോൾ തന്നെ കൈയോടെ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, വിസ്ഡം ഫോർ സ്റ്റെബിലിറ്റി, സ്ഥിരതയ്ക്കുള്ള ജ്ഞാനം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് പറ്റുന്ന ഭാഷയിൽ ടൈപ്പ് ചെയ്തിടുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാം. ഐസയ 33 and verse number 6. Wisdom and knowledge will be the stability of your times. എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ശരിയായി ബൈബിൾ കൊടുത്തിരിക്കുന്ന മലയാളം ഞാൻ എൻ്റേതായ രീതിയിൽ പരിഭാഷപ്പെടുത്തി പൊലിപ്പിച്ചു പറയുകയാണ്. ജ്ഞാനവും പരിജ്ഞാനവും നിങ്ങളുടെ കാലങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥിരതയ്ക്കുള്ളതാവും. എങ്ങനെയാണോ മലയാളത്തിൽ പരിഭാഷ വന്നിരിക്കുന്നത് നോക്കി കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം സ്റ്റെബിലൈസസ് മൈ ഹാർട്ട്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിന് സ്ഥിരത നൽകുന്നു. ഐ വാക്ക് ഇൻ സൗണ്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്. ശരിയായ വിധിപ്രകാരവും അതുപോലെ ദൈവികമായ വിവേകത്തിലും ഞാൻ നടക്കുന്നു. ഇനി ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ തന്നെ ഉണ്ട്. ഇന്ന് വായിക്കേണ്ട വചനഭാഗങ്ങൾ വായിച്ചിട്ടേക്കുക. വിസ്ഡം ഫോർ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം. സ്ഥിരതയ്ക്കുള്ള ജ്ഞാനം, സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ജ്ഞാനം, ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്പർ 1, വിസ്ഡം ക്രിയേറ്റ് സ്റ്റെബിലിറ്റി ഇൻ അൺസർട്ടൈൻ ടൈംസ്. അനിശ്ചിതത്വമുള്ള സമയങ്ങളിൽ ജ്ഞാനം സ്ഥിരതയെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അൺസർട്ടൈൻ ടൈംസിലൂടെ നമ്മൾ പോകാം. ആ സമയത്ത് ജ്ഞാനമാണ് നമുക്ക് സ്ഥിരത നൽകുന്നത്. ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമുക്ക് പല പല ടെറൈൻസിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ വണ്ടി ഓടിച്ചു പോവുകയാണ്. നല്ല റോഡെന്ന് പറഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും ഒരു പക്ഷേ ഇവിടെ 6 വരി ഇവിടെ 6 വരി 12 വരി പാത. അതിലൂടെ നിങ്ങൾക്ക് നല്ല കാറിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണമെങ്കിലും പോകാവുന്ന ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ റോഡ് അവസാനിക്കുമ്പോൾ പിന്നെ വരുന്നത് ചെറിയൊരു റോഡ്. ട്രാഫിക് കൂടുതലാണ്, സിറ്റി ആയിരിക്കും, ഡൗൺ ടൗൺ ആയിരിക്കും, ഭയങ്കരമായ തിരക്കിലൂടെ പോകുന്നു. അതിനുശേഷം നിങ്ങളൊരു ഗ്രാമപ്രദേശത്തിലേക്ക് കടക്കുകയാണ്. അവിടെ വീണ്ടും വഴി ചെറുതാകുകയാണ്. ഗട്ടറുണ്ട്, അങ്ങനത്തെ വല്ലാത്തൊരു വഴി. അതിനുശേഷം പിന്നെ പോകുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു
സാധാരണ മണ്ണ് റോഡാണ്, ടാറിങ് പോലുമില്ല, കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിന് പറ്റിയൊരു വണ്ടിയിൽ കയറി നിങ്ങളവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു വയലിലൂടെ പോകണം. അതിൻ്റെ നടുക്കൊരു ബണ്ട് പോലൊരു ഇതുണ്ട്, അതിൻ്റെ മുകളിലൂടെ ഒറ്റയടി പാതയിലൂടെ പോകുന്നു. ചിലപ്പോൾ ഒരു പാലത്തിലൂടെ ക്രോസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ചതുപ്പ് നിലത്തിലൂടെ പോകേണ്ടി വരും. ഒരു വണ്ടി അതിൽ ഇറങ്ങുകയില്ല. അപ്പോൾ നിങ്ങൾ ചതുപ്പിൽ നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോകുന്നു. ചിലപ്പോൾ 6 കടക്കേണ്ട ഒരവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് പല പല ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിൽ പല പല രീതിയിലുള്ള ടെറൈനിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് വിസ്ഡം ക്രിയേറ്റ് സ്റ്റെബിലിറ്റി ഇൻ അൺസർട്ടൈൻ ടൈംസ്. അനിശ്ചിതത്വമുള്ള സമയങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കാലഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ജ്ഞാനമാണ് നമുക്ക് സ്ഥിരത നൽകുന്നത്. ഇവിടെ Isaiah says, wisdom and knowledge become the stability of your times. നിങ്ങളുടെ കാലഗതികളിൽ, പല പല സീസണുകളിൽ യെശയ്യാ പറയുന്നതനുസരിച്ച് ജ്ഞാനവും പരിജ്ഞാനവുമാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്, നിങ്ങളെ ഉറച്ച് നിർത്തുന്നത്. അഥവാ ജീവിതത്തിൽ ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ പല പല സീസണുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. ഇൻ അൺസ്റ്റേബിൾ സീസൺസ് വിസ്ഡം ബിക്കംസ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ഇതുപോലെ വളരെ അസ്ഥിരമായ കാലങ്ങളിലൂടെ പോകുമ്പോൾ വിസ്ഡം ബിക്കംസ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ജ്ഞാനമാണ് നിങ്ങൾക്ക് ഒരു ആത്മീയമായ സംരക്ഷണം നൽകുന്നത്. ജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്ന് അർത്ഥം. നമുക്ക് ജീവിക്കാൻ കാശ് വേണം. പണമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ഭൂമി ഇപ്പോഴത്തെ സിസ്റ്റമിന്, സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ കാശ് വേണം. പക്ഷെ കാശ് മാത്രമുള്ളത് കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ? എത്രയോ പേർ, എത്ര തലമുറകൾ തിന്നാലും തീരാത്ത സമ്പത്തും ഇൻഹെറിറ്റൻസും ബാങ്ക് ബാലൻസും സ്റ്റോക്കും ഒത്തിരി റിയൽ എസ്റ്റേറ്റും ഒക്കെ ഉള്ളവർ ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോൾ പണം മാത്രം പോരാ ജീവിച്ചിരിക്കാൻ. എന്താവശ്യമാണ്? ഇമോഷണൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ്, ജ്ഞാനം ആവശ്യമാണ്, അല്ലെങ്കിൽ പരിജ്ഞാനം ആവശ്യമാണ്. വിസ്ഡം പ്രൊവൈഡ്സ് ക്ലാരിറ്റി ആൻഡ് ബാലൻസ്. എന്നാൽ ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ കൃത്യതയും വ്യക്തതയും സന്തുലിതാവസ്ഥയും ജീവിതത്തിന് കിട്ടും. ചില വചനങ്ങൾ കുറിച്ച് വെക്കുക. സദൃശവാക്യങ്ങൾ 4:7. വിസ്ഡം ഈസ് സുപ്രീം, therefore get wisdom. ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായതുകൊണ്ട് ജ്ഞാനം പ്രാപിക്കുക. ഇപ്പോൾ ഈ വർഷം തന്നെ ജ്ഞാനത്തെക്കുറിച്ച് പല ദിവസങ്ങളിലും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും. കാരണം ഇറ്റ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. സഭാപ്രസംഗി 7:12 പറയുന്നു, വിസ്ഡം പ്രിസർവ്സ് ദോസ് ഹു ഹാവ് ഇറ്റ്. ജ്ഞാനമുള്ളവർ സംരക്ഷിക്കപ്പെടും. കാരണം ജ്ഞാനം തന്നെ അതുള്ളവരെ സംരക്ഷിക്കും. ജെയിംസ് 3:17, യാക്കോബിൻ്റെ ലേഖനം 3:17. The wisdom from above is pure and peace-loving. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വളരെ ശുദ്ധവും സമാധാനം തേടുന്നതുമാണ്. Wisdom helps people respond correctly under pressure. വലിയ സമ്മർദ്ദമുള്ള അനുഭവങ്ങളിലൂടെ ജീവിതത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വിസ്ഡം ഹെൽപ്സ് പീപ്പിൾ റെസ്പോണ്ട് കറക്റ്റ്ലി. കൃത്യമായി പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്ന് ജ്ഞാനം അവരെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ജ്ഞാനിയായ മനുഷ്യരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത് 1 സോളമൻ, 2 ഡാനിയൽ, മറ്റൊരാൾ ജോസഫ്. ഇങ്ങനെയുള്ളവരൊക്കെ ഭയങ്കരമായ പ്രതികൂല സാഹചര്യങ്ങളായിരുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ജ്ഞാനം കിട്ടി. ഇന്നതാണ് ഈ ക്ലൈമറ്റിൽ അഥവാ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അത് തന്നെ ചരിത്രത്തിൽ അത് വലിയ സംഭവമായി മാറി. നമ്പർ 2, വിസ്ഡം ഹെൽപ്സ് us discern what truly matters. വാസ്തവത്തിൽ എന്താണ് ആവശ്യമുള്ളതെന്ന് വിവേചിച്ച് മനസ്സിലാക്കാൻ ജ്ഞാനം നമ്മെ സഹായിക്കുന്നു. മെനി വോയിസസ് കമ്പീറ്റ് ഫോർ അറ്റൻഷൻ. നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പല ശബ്ദങ്ങൾ നമ്മിലേക്ക് വരും. ഉദാഹരണത്തിന്, ഫിയർ ഹാസ് വോയിസ്. ഭയത്തിന് ശബ്ദമുണ്ട്. ഭയം നമ്മോട് സംസാരിക്കും. ഭയത്തിന് സംസാരശേഷിയുണ്ട്. ഫിയർ ഈസ് എ സ്പിരിറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തി chapter 1 verse number 7 I think. 1 തിമോത്തിയോസ് 1:7 പറയുന്നത്,
ഭയം ഒരാത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, അതൊരാത്മാവാണ്. ഓരോ ആത്മാവിനും ഒരു ശബ്ദമുണ്ട്. എവറി സ്പിരിറ്റ് ഹാസ് എ വോയിസ്. അപ്പോൾ ഈ ഭയം നമ്മോട് സംസാരിക്കും. ഭയം നമ്മോട് സംസാരിക്കും. അതുപോലെ ട്രെൻഡ്സ്, വിവിധ രീതിയിലുള്ള ട്രെൻഡുകൾ, വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങൾ, അർജൻസി വരുന്നു, ഡിസ്ട്രാക്ഷൻസ് വരുന്നു, ഇതെല്ലാം നമ്മോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വിസ്ഡം സെപ്പറേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഫ്രം ദ മിയർലി ലൗഡ്. എന്നാൽ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത, ജ്ഞാനം വിവേചിച്ച് എന്താണ് പ്രാധാന്യമുള്ളത്, എന്ത് ശബ്ദം കേൾക്കണം, ഏത് ശബ്ദത്തോട് ചെവി കൊട്ടി അടക്കണം, ഇതെല്ലാം ജ്ഞാനം നമുക്ക് പറഞ്ഞു തരും. ഇന്ന ശബ്ദം കേൾക്കരുത്, ഇന്ന ശബ്ദം അനുസരിച്ച് പോകരുത്, ഇന്നതിന് ചെവി കൊടുക്കുക. ജ്ഞാനമാണ് നമ്മളെ ഉപദേശിക്കുന്നത്. സദൃശവാക്യങ്ങൾ 2:11 നോക്കിയേ. ഡിസ്ക്രിഷൻ വിൽ പ്രൊട്ടക്റ്റ് യു. ഇതുപോലുള്ള വിവേചനം എങ്ങനെയാണ് എൻ്റെ മലയാളം നോക്കുക. ഡിസ്ക്രിഷൻ വിൽ പ്രൊട്ടക്റ്റ് യു, അത് നിങ്ങളെ സംരക്ഷിക്കും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:10. ഫിലിപ്പ് ലേഖനം 1:10. ഡിസേൺ വാട്ട് ഈസ് ബെസ്റ്റ്. ഏറ്റവും നല്ലതെന്താണോ അതിനെ വിവേചിക്കുക, ഭേദാഭേദങ്ങളെ വിവേചിക്കുക, ഏറ്റവും നല്ലതിനെ മുറുകെ പിടിക്കുക. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക, സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തിരഞ്ഞെടുപ്പുള്ള ഏറ്റവും നല്ലത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്നിരിക്കട്ടെ. ഒരു കടയിൽ ചെന്നാൽ എനിക്ക് ഏറ്റവും നല്ലത് ഒരു ഡ്രസ്സ്, പലവ്യഞ്ജനങ്ങൾ എന്തും ആയിക്കോട്ടെ, ആരോഗ്യകരമായി തിരഞ്ഞെടുക്കും. ഒരു കാർ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുമ്പോൾ, ഒരു ചെരുപ്പ് മേടിക്കുമ്പോൾ നല്ലത് മാത്രം എനിക്ക് കേടുള്ള ഒന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും നല്ലത് മാത്രം ഞാൻ കഴിക്കുന്നു. ജീവിതത്തിലെ മറ്റ് പല തിരഞ്ഞെടുപ്പുകൾ, ജീവിത പങ്കാളിയാകാം, ഫൈനാൻഷ്യൽ ഡീലിംഗ് ആകാം, ഒരു സ്ഥലം മേടിക്കുന്ന ഏറ്റവും നല്ലത് ദൈവഹിത പ്രകാരമുള്ള പൂർണ്ണതയുള്ള ദൈവഹിതമുള്ളത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിത നിലവാരം ഇവിടെ എത്തും. പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഷേപ്പിലായത് വളരെ പുവർ ഡിസിഷൻസ് എടുത്തത് കൊണ്ടല്ലേ? എന്തുകൊണ്ടത് സംഭവിച്ചു? ജ്ഞാനം ഉണ്ടായില്ല. ജ്ഞാനമുണ്ടെങ്കിൽ കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഗോഡ്ലി വിസ്ഡം ഈസ് പ്രാക്ടിക്കൽ, നോട്ട് മിയർലി ഇൻ്റലക്ച്വൽ. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എപ്പോഴും പ്രായോഗികമാണ്, വെറും ബൗദ്ധികമല്ല. ചില ആളുകൾ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളെടുക്കും. പക്ഷേ അവരുടെ ബുദ്ധി, സ്വന്തം ബുദ്ധി പലപ്പോഴും മണ്ടത്തരമായിരിക്കുക. എന്നാൽ ഗോഡ്ലി വിസ്ഡം, ദൈവം നമുക്ക് നൽകുന്ന ജ്ഞാനം, അത് വളരെ പ്രായോഗികമാണ്. ബിബ്ലിക്കൽ വിസ്ഡം എഫക്ട്സ് എവ്രിഡേ ലിവിങ്. വേദപുസ്തകം പറയുന്ന ജ്ഞാനം ദിനംതോറുമുള്ള ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ദൈവികമായ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത, അത് നമ്മുടെ സംസാരം, നാം സംസാരിക്കുന്നത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സാമ്പത്തികം, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ, ഇതിലൂടെ എല്ലാം അത് റിഫ്ലക്റ്റഡാണ്. എനിക്ക് ദൈവം ജ്ഞാനം തന്നാൽ ആ ജ്ഞാനം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ആസ്പെക്റ്റിലും അതിങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും. കൊലോസ്യ ലേഖനം 4:5 പറയുന്നത്, ബി വൈസ് ഇൻ ദ വേ യു ആക്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ, നിങ്ങൾ പെരുമാറുന്നതിൽ, അതിലെല്ലാം നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം. ജ്ഞാനത്തിൽ പെരുമാറുവിൻ. സദൃശവാക്യം 13:20 ജ്ഞാനമുള്ളവരോടുകൂടെ മാത്രം നീ നടക്കുക, അപ്പോൾ നിൻ്റെ ജ്ഞാനം വർദ്ധിക്കും. മത്തായി 7:24 ബുദ്ധിയുള്ള അഥവാ ജ്ഞാനിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നു. ദൈവവചനം ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഒത്തിരി പേര് ദൈവവചനം ഇതുപോലെ പുസ്തകത്തിലേക്ക് എഴുതി, അതായത് ഇപ്പോൾ മോർണിംഗ് ഗ്ലോറി ആകാം, ഞായറാഴ്ചത്തേതാകാം, ഏതും പുസ്തകത്തിൽ എഴുതി അവിടെ വെച്ചത് അടച്ചു വെക്കുന്നു, ഭദ്രമായി അടച്ചു വെക്കുന്നു. ലൈഫിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ വചനം കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് വചനം കേൾക്കുന്നുവെങ്കിലും ഫലത്തിൽ പ്രയോജനപ്പെടുന്നില്ല. അതാണ് കർത്താവ് മത്തായി 7 ബുദ്ധിയുള്ള മനുഷ്യനും മൂഢനായ മനുഷ്യനും 2 തരത്തിലുള്ള വീട് പണിതതിൻ്റെ ഉപമ പറഞ്ഞത്. ബുദ്ധിയുള്ള മനുഷ്യൻ വളരെ ആഴെ കുഴിച്ച് അധ്വാനിച്ച്
പാറയിൽ മുതൽ അടിസ്ഥാനമിട്ട് പണിയുന്നു, മറ്റേ ആളാണെങ്കിൽ മണലിൽ നേരത്തെ പണിയുന്നു. അപ്പോൾ ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അഥവാ കേൾക്കുന്ന വചനം ജ്ഞാനമായി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും അതുണ്ടാക്കുന്നില്ല. നമ്പർ 4, വിസ്ഡം ഈസ് റിസീവ്ഡ് ത്രൂ ഹ്യൂമിലിറ്റി ആൻഡ് റെവറൻസ്. വലിയ താഴ്മയിലൂടെയും ദൈവിക കാര്യങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെയുമാണ് ജ്ഞാനം നമുക്ക് പകർന്നു കിട്ടുന്നത്. ബൈബിൾ പറയുന്ന, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവഭയമാണ്, അഥവാ ദൈവഭക്തിയാണ്. നമുക്ക് എത്ര പേർക്ക് ജ്ഞാനം വേണം? ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവരും മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു പൊതുവേദിയാണ് കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇവിടെ പ്രൈഡ് റെസിസ്റ്റ്സ് ഇൻസ്ട്രക്ഷൻ. അഹങ്കാരം നമുക്ക് ദൈവം നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെ നിരോധിക്കുന്നു. ഞാൻ അഹങ്കാരിയാണെങ്കിൽ, ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ എന്നെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഐ നോ ഹൗ ടു ലിവ്, ഐ നോ ഹൗ ടു ടേക്ക് ഡിസിഷൻസ്, ഐ നോ ഹൗ ടു ഗോ ഫോർവേഡ്. ഐ ഡോണ്ട് വോണ്ട് എനിബഡീസ് റെക്കമെൻഡേഷൻ, ഐ ഡോണ്ട് വോണ്ട് എനിബഡീസ് ഇൻസ്ട്രക്ഷൻ. ഇതാണ് അഹങ്കാരത്തിൻ്റെ പ്രത്യേകത. ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ വചനം നാം സ്വീകരിക്കുകയില്ല. മറ്റുള്ളവരുടെ ആലോചനകളോ ഉപദേശങ്ങളോ അഡ്വൈസ്, കൗൺസിൽ, ഇൻസ്ട്രക്ഷൻ ഇതൊന്നും നമുക്ക് വേണ്ട. ഞാൻ എൻ്റേതായ സോഫ്റ്റ്വെയർ അനുസരിച്ച് ജീവിക്കും. ഇത് വലിയ അബദ്ധമാണ്, ടൈം വേസ്റ്റാണ്. വലിയ അപകടങ്ങളിൽ ജീവിതം ചെന്ന് പൊട്ടിത്തകരാനും സാധ്യതയുണ്ട്. ഹ്യൂമിലിറ്റി വെൽക്കംസ് കറക്ഷൻ. എന്നാൽ ഹൃദയ താഴ്മ മറ്റുള്ളവരുടെ തിരുത്തലുകളെ സ്വാഗതം ചെയ്യുന്നു. ഒരാളെ നമ്മൾ വിളിച്ച് തിരുത്തിയാണ്, ബ്രദറെ, സിസ്റ്ററെ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങളാരാണ് എന്നെ പഠിപ്പിക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ കാണാം. നിങ്ങളെന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം. ഈ ഹൃദയ താഴ്മയില്ലായ്മ, ഈ അഹങ്കാരമാണ് ജീവിതത്തെ തകർക്കുന്നത്. എന്നാൽ ഹൃദയ താഴ്മയുള്ളവർ ഉപദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 9:10. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവഭയം, ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:5. ആസ്ക് ഹു ഗീവ്സ് ജനറസ്ലി. ധാരാളമായി നൽകുന്ന ദൈവത്തോട്, ഉദാരമനസ്കതയോടെ നൽകുന്ന ദൈവത്തോട്, ഔദാര്യത്തോടെ നൽകുന്ന ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ധാരാളമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കാൻ. സാധാരണ നമ്മൾ കാശ് ഇല്ലാതാകുമ്പോൾ ദൈവത്തോട് കർത്താവെ കുറച്ച് കാശ് വേണം നമ്മൾ പറയാറുണ്ട്. ഭക്ഷണമില്ലാതെ കർത്താവ് എനിക്ക് ഭക്ഷണം വേണം നമ്മൾ പറയാറുണ്ട്. ഒരു വീട് വേണം, കർത്താവ് വീട് വേണം, വീട് വേണം, വീട് വേണം. കല്യാണം കഴിക്കണം, കർത്താവ് എനിക്ക് കല്യാണം കഴിക്കണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രെയർ പോയിൻ്റ് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വകുപ്പുണ്ട്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ജ്ഞാനം നൽകും. സദൃശവാക്യങ്ങൾ 11:2 പറയുന്നത്, വിത്ത് ഹ്യൂമിലിറ്റി കംസ് വിസ്ഡം. താഴ്മയോടുകൂടെ, സൗമ്യതയും താഴ്മയോടും കൂടെ ജ്ഞാനവും വരുന്നു. അത് ഹൃദയ താഴ്മയുണ്ടെങ്കിൽ അതോട് ചേർന്ന് പതുക്കെ എന്തു വരും? നമ്മിലേക്ക് ജ്ഞാനം കൂടെ വന്ന് ചേരും. താഴ്മയുള്ളവർക്കാണ് ജ്ഞാനം കിട്ടുന്നതെന്നർത്ഥം. ടീച്ചബിൾ ഹാർട്ട്സ് ഗ്രോ സ്ട്രോങ്ങർ ഓവർ ടൈം. സമയം മുന്നിലേക്ക് പോകുമ്പോൾ ടീച്ചബിൾ ഹാർട്ടാണെങ്കിൽ, അതായത് നമുക്ക് പഠിപ്പിച്ചെടുക്കാവുന്ന ഹൃദയങ്ങളുണ്ട്, അങ്ങനെയുള്ളവർക്ക്, പഠിപ്പിച്ചെടുക്കാവുന്നവർക്ക് അവർ സ്ട്രോങ്ങറായി വരും. ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ടീച്ചബിലിറ്റി എന്ന ഒരൊറ്റ ഫാക്ടർ കൊണ്ട് ലോകത്തെ മൊത്തം മനുഷ്യർ രണ്ടായി തിരിക്കാം. ടീച്ചബിൾ, അൺടീച്ചബിൾ, ഇൻകോറിജിബിൾ പീപ്പിൾ. ചില ആളുകൾ നമുക്ക് ടീച്ച് ചെയ്യാൻ പറ്റും, ചില ആളുകൾ ടീച്ച് ചെയ്യാനേ പറ്റില്ല. എത്ര പഠിപ്പിച്ചാലും, എത്ര ഉപദേശിച്ചാലും, എത്ര കറക്റ്റ് ചെയ്താലും
അവരൊരിക്കലും അത് സ്വീകരിക്കില്ല. ഗതികെട്ട് ചില കാര്യങ്ങളൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. പക്ഷേ അതർവൈസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ടീച്ചബിൾ. ഹൂ ആർ യു ടു ടീച്ച് മീ? ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നെ പഠിപ്പിക്കണ്ട. നമ്മൾ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞിരുന്ന ഒരു രീതി, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല. അങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സുണ്ട്. എന്നെ എത്ര അടിച്ചിട്ടും കാര്യമില്ല, എന്നെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, എന്നെ എത്ര ശാസിച്ചിട്ടും കാര്യമില്ല, എന്നെ എത്ര പണിഷ് ചെയ്തിട്ടും കാര്യമില്ല, ഞാനിങ്ങനെ ജീവിക്കും. ഐ വിൽ നോട്ട് ചേഞ്ച്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ? ചിലരുണ്ട്, അങ്ങനെയാണല്ലേ, ഓക്കെ, ഞാനങ്ങനെ ചെയ്യാം, ഞാൻ കറക്റ്റ് ചെയ്യാം. താഴ്മയോടുകൂടി ഉപദേശം ഏറ്റെടുക്കും. ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് റെക്കോർഡ് ചെയ്തെടുക്കും. ചിലർ ഒരു മിനിറ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. സോ ദേ വാണ്ട് ടു ലേൺ, ദേ വാണ്ട് ടു ഇംപ്രൂവ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാകണം, ജീവിതത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെയുള്ളവരുണ്ട്. ചില ആളുകൾ പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ, അല്ല ആരാധനയ്ക്ക് വരുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പ്രസംഗിക്ക്, ഞാൻ കേൾക്കും. അവർ പ്രസംഗം കേട്ടിട്ട് ഈ പുള്ളിക്ക് ഇന്ന് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും, 100-ൽ ഒരു 27 മാർക്ക് കൊടുക്കായിരിക്കും. കൊള്ളാം. അപ്പോൾ ഇങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ, അഥവാ ദൈവവചനം കേൾക്കുമ്പോൾ അതിനെ വിലയിരുത്തി ഇയാൾക്ക് എത്രത്തോളം അറിവുണ്ട്, ഇയാൾക്ക് എത്രത്തോളം ബൈബിൾ അറിയാം എന്ന് കേൾക്കാനും ജഡ്ജ് ചെയ്യാൻ വരുന്ന ഒത്തിരി പേരുണ്ട്. ദേ ആർ ജഡ്ജ്മെൻ്റൽ ഫാരിസീസ്, സാജസീസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും വചന ശുശ്രൂഷ നടക്കുമ്പോൾ അവരൊരു ന്യായവിധിയുടെ സിംഹാസനത്തിലിരുന്ന് പ്രസംഗകന് മാർക്കിടുകയാണ്. ഒരിക്കലും ഒരു തന്മാത്ര പോലും അവരുടെ ലൈഫിൽ ചേഞ്ച് കാണില്ല. എന്നാൽ കർത്താവേ, ഇന്ന് നീ എന്നോട് സംസാരിക്കണേ. പ്രസംഗിക്കുന്നത് ആരായാലും വചനം നിൻ്റേതാണ്. നീയാണ് വചനം വാ കൊണ്ട് സംസാരിക്കുന്നത്. അതിന് ചില മനുഷ്യർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എനിക്കുള്ളത് എനിക്കിന്ന് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്! അതിനുശേഷം അവരുടെ ത്രില്ല് കാണണം. വചനം കേൾക്കുമ്പോൾ അവരുടെ ത്രില്ലും. അവരെഴുതിയെടുക്കും, നോട്ട്സ് എഴുതും. നോട്ട്സ് എഴുതുക മാത്രമല്ല, ബെറോവിലുള്ള വിശ്വാസികളെ പോലെ വീണ്ടും വീണ്ടും അവരത് വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ ടീച്ചബിലിറ്റി ഒരു ഭയങ്കര ഫാക്ടറാണ്. എന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ കെട്ടിടം പണി, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങിയ എന്ത് പണിയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, എനിക്ക് ആവേശമാണ്. നോക്കി നിൽക്കാനും ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ ഈ നല്ല പണിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രത്യേകത, ഇപ്പോൾ കാർപ്പൻട്രി വർക്ക് ഉള്ളവരാണെന്ന് കേട്ടെ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ടൂൾസ് അവരിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കും. വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു മരപ്പണിക്കാരനായിരിക്കാം, പക്ഷേ ടൂൾസ് എപ്പോഴും ഭയങ്കര ഷാർപ്പായിരിക്കണം. അവരിങ്ങനെ നോക്കും, ഇല്ലെങ്കിൽ അവർ അരം കൊണ്ടോ മറ്റേതിലോ തേച്ച് ഉരച്ച് ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഷാർപ്പ്നെസ്സാണ് പണി എളുപ്പമുള്ളതും എക്സലൻറ്റുമാക്കി മാറ്റുന്നത്. ഇതുപോലെ നമ്മളെത്ര പരിചയസമ്പത്തുണ്ടെങ്കിലും നമ്മുടെ അറിവ്, നമ്മുടെ ജ്ഞാനം ഇതെല്ലാം ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ അതർ വേർഡ്സ്, വിസ്ഡം റിക്വയർസ് കണ്ടിന്യൂവൽ റിന്യൂവൽ. ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എപ്പോഴും അതിന് നവീകരിച്ചുകൊണ്ടേയിരിക്കണം, അതിനെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കണം. ഉപദേശം പറയട്ടെ, പർസ്യൂ വിസ്ഡം ടുഡേ. ഇന്നു മുതൽ ജ്ഞാനം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ജ്ഞാനമുള്ളവരോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 11:2 പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, സ്വീകരിക്കുക. അങ്ങനെ ആ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റേബിളാവും, ഉറപ്പുള്ളതാവും. കുടുംബജീവിതമാകട്ടെ, സാമ്പത്തിക ജീവിതമാകട്ടെ, ഒരു പ്രൊഫഷനാകട്ടെ. നിങ്ങളൊരു ടീച്ചറായിരിക്കാം, എൻജിനീയറായിരിക്കാം, സോഫ്റ്റ്വെയർ എൻജിനീയറായിരിക്കാം, AI-യിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ. എന്തിനും ആവശ്യമുള്ള ഒന്നാണ് ജ്ഞാനം. ദൈവിക ശുശ്രൂഷകൾക്കും ജീവിതം പണിയാനും ബന്ധങ്ങൾക്കും സകലത്തിനും ജ്ഞാനം ആവശ്യമാണ്. കൈനീട്ടം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത് കേൾക്കുന്ന എല്ലാവരും ജ്ഞാനികളായി മാറട്ടെ. ദൈവത്തിനുള്ള ജ്ഞാനവും പരിജ്ഞാനവും അവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കർത്താവ്. താങ്ക് യു ജീസസ്.
താങ്ക് യു ഫാദർ. അതുപോലെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, യു ആർ അവർ ഹീലർ. ദ ലോർഡ് ഈസ് അവർ ഹീലർ. യു ആർ അവർ ഡോക്ടർ. രോഗികളായ ആശുപത്രികളിൽ, വെൻറ്റിലേറ്ററുകളിൽ, NICUവിൽ, ICUവിൽ, വാർഡുകളിൽ, ഹോസ്പിറ്റലുകളിൽ, പാലിയേറ്റീവ് കെയർ ഉള്ള സ്ഥലങ്ങളിൽ, വീടുകളിൽ, എവിടെയാണെങ്കിലും രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ് ഡോക്ടർ യേശു ഇപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ട്യൂമറുകൾ, മുഴകൾ, ലംബുകൾ, സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യ ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. ഈ കഴുത്തിൻ്റെ പുറകിലേക്ക് എന്തൊരു മുഴ പോലെ ഇരിക്കുന്ന ആരോ നിങ്ങൾക്ക് അവിടെ കൈവച്ച് നിങ്ങൾക്ക് വിശ്വാസത്താൽ സൗഖ്യത്തെ സ്വീകരിക്കാം. യേശുവിൻ നാമത്തിൽ അത് മെൽറ്റ് ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് പോട്ടെ. അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകൾ അടഞ്ഞിരിക്കുന്നത് തുറക്കട്ടെ. വാൽവുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഹാർട്ടിൻ്റെ വാൽവ് തുറക്കട്ടെ. കർത്താവിൻ്റെ വലിയ അത്ഭുതം കർത്താവ് നീ ചെയ്യുന്നതിനായി നന്ദി. ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഇന്ന് പഠിച്ചതെല്ലാം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.